Hello guys, welcome back to my channel. Hey guys, let's continue the journey. അങ്ങനെ നമ്മൾ പൂക്കോടിലേക്ക് നിന്നൊക്കെ ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് ബാണാസുര ഡാമിലോട്ടാണ്. അങ്ങനെ തേയിലത്തോട്ടമൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. വയനാട് കാണാൻ എന്താ ഭംഗിയല്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരണേ. അങ്ങനെ നമ്മൾ ബാണാസുര ഡാമിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഗൈസ്, ഞങ്ങളങ്ങനെ ബാണാസുര ഡാമിൽ എത്തിയിട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ നടന്നും കയറി ചെല്ലാം കേട്ടോ ഡാമിൽ. ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വണ്ടിയിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ സ്പോട്ടിലെത്തി. നല്ല രസമായിരുന്നു കാണാൻ. ആ പിറകിലുള്ള മൗണ്ടെയിൻസ് കാണാൻ അടിപൊളി. ഇങ്ങനെ ക്ലൗഡിനോട് ചേർന്ന് കിടക്കുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇവിടെ ബിവെയർ ഓഫ് സ്നേക്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, പാമ്പിൻ്റെ പടമൊക്കെ വരച്ചിട്ട്. ഇത് കണ്ടോ, അടിപൊളിയല്ലേ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഡാഷിങ് കാറിൽ കയറി. അങ്ങനെ ഡാഷിങ് കാറൊക്കെ കളിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ചട്ടോ. ഈ കാണുന്നത് ടെൻ്റാണെന്ന് തോന്നുന്നു. നമ്മളിനി പോകുന്നത് 900 കണ്ടിയിലോട്ടാണേ. ഇവിടുന്ന് 807 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറുന്നത്. സോ നമ്മളിപ്പോൾ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ്. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഓഫ് റോഡ് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടുന്ന് ജീപ്പിലാണ് കേട്ടോ നമ്മളെ അവർ കൊണ്ടുപോവുക. ഓഫ് റോഡ് കയറുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് കാണുന്ന പോലെ തന്നെ ഫുള്ള് ഷേക്കിംഗ് ആണ്. അങ്ങനെ നമ്മൾ ഓഫ് റോഡ് കയറിതേ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ മേളിലെത്തി. പിന്നെ ഇവിടുന്ന് മേളിലോട്ട് കുറച്ച് നടക്കണം കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്താൻ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി ഒടുക്കത്തെ തണുപ്പും ഇവിടുത്തെ സീനറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ആ ലാസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് വന്നിട്ട് ഈ വ്യൂ ഒന്ന് ഫുള്ള് നോക്കണം. എന്ത് രസമാണെന്നറിയോ കാണാൻ.
അടിപൊളിയാണ്. ഈ മഞ്ഞൊക്കെ വന്ന് ഫുൾ മൂടി അടിപൊളിയാണ്. ഭയങ്കര നല്ല തണുപ്പുണ്ട് ഇവിടെ കയറിയപ്പോൾ. കാലൊക്കെ തണുക്കണം. നല്ല ഭംഗി താഴോട്ടൊക്കെ. അടിപൊളി. ഈ ലാസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ മറ്റേ സ്ഥലത്തൊക്കെ തറയെ കമ്പി ഇങ്ങനെ ഞാൻ കാണിച്ചു. അതായത് ഞാൻ പറഞ്ഞു തന്നത് ആ ഒരു സൈഡിൽ കമ്പിയുണ്ട്, കണ്ടില്ലേ? ഈ ഒരു പോയിന്റ് വന്നിട്ട് കമ്പിയില്ല താഴെ. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ്. താഴത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ വന്നേറിയ വഴിയൊക്കെ കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കയറി ഇറങ്ങി. വീണ്ടും നിൽക്കണമെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് ഏറ്റൂല. അപ്പം നമ്മൾ ടോപ്പ് വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ, അപ്പം അതിൽ കയറാൻ പോവാണ്. ഞാൻ കയറിയിട്ട് കാണിച്ചു തരാവേ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ട്രീ ടോപ്പ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു വ്യൂ കാണാം. പിന്നെ ഈ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. തിരിച്ചു പോകുന്നത് ഇതിൽ തന്നെയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജും നമ്മൾ മറ്റേ ട്രീ ഹൗസിലും ഒക്കെ കയറി നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ഇവിടുന്ന് ഇനി നേരെ ഓഫ് റോഡിലോട്ട്. നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും നേരെ അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇറങ്ങിയപ്പോഴായിരുന്നു എനിക്ക് പടി പാളിയത്. ഞാൻ ഹോസ്പിറ്റലും ആയിരുന്നു. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. കയറിയപ്പോൾ എനിക്ക് വലിയ സീനൊന്നും ഉണ്ടായില്ല. ഞാൻ നല്ല എൻജോയ് ചെയ്താൽ പോയെന്നേ. ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. പിന്നെ തിരിച്ചിറങ്ങുന്ന ടൈമിൽ ഷേക്കിങ് ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പോൾ അത് കാരണം ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ വന്നു. അതാണ് കേട്ടോ റീസൺ. പിന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയായിരിക്കും ഷേക്കിങ് ഇതാണ്ടേ നല്ല കൂടുതലാണ്. പിന്നെ ഇത് എനിക്ക് പറ്റിയില്ല, അതാണ് കേട്ടോ കാരണം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ അവരെനിക്ക് നെബുലൈസേഷൻ തന്നു. പിന്നെ ട്രിപ്പ് ഇട്ട് ഒരു 3 മണിക്കൂർ കിടന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞാൻ ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ ബൈ.